കെ മുരളീധരനെ അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ ഇന്നും ഫലം കണ്ടിട്ടില്ല. അദ്ദേഹം KPCCയുടെ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അതേസമയം തൃശൂരിലെ തെരഞ്ഞെടുപ്പിലെ തോൽവി പഠിക്കുന്ന KPCC സമിതിയുടെ ചർച്ചകൾ തുടരുകയാണ്. സമിതി അംഗങ്ങൾ കെ മുരളീധരനെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി കണ്ടു. തൃശൂരിലെ തോൽവി വലിയ നഷ്ടമെന്നാണ് കെ മുരളീധരൻ പിന്നീട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അല്ല, ഞാൻ കമ്മീഷണർ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. സംഭവിക്കാൻ പാടില്ലാത്ത തൃശ്ശൂർ സംഭവിച്ചു എങ്കിലും അതൊന്നും വരാൻ പോകുന്ന പഞ്ചായത്തിനെയോ നിയമസഭയോ ബാധിക്കാൻ പാടില്ല. കാരണം ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ UDFന് ഭരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കുകയും ലോക്കൽ ബോഡിയിലും അസംബ്ലിയിലും UDF തൃശൂർ ജില്ലയിൽ തിരിച്ചു വരാനും ഉള്ള ഇവരെടുക്കുന്ന ഏത് നിലപാടിനും എന്റെ പിന്തുണയുണ്ടാവും. ആരെയും പേരൊന്നും പറഞ്ഞിട്ടില്ല, ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ സംഘടനാ തലത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം അതിന്റെ ഒരു ആശയവിനിമയം നടത്തി. അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ തലയിൽ ഇത് കെട്ടിവെക്കുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരല്ലേ ഏറ്റവും കൂടുതൽ കഴിവുള്ളവർ. ഇപ്പോൾ കെ മുരളീധരനെ തോൽപ്പിക്കാൻ ഇത്ര ലക്ഷം വോട്ട് മറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർ മാന്യന്മാരല്ലേ? അത് ശരിയല്ലല്ലോ. അങ്ങനെ ആര് വിചാരിച്ചാലും നടക്കില്ല. കാരണം ജനങ്ങളെല്ലാം കാര്യങ്ങൾ കണ്ടും പഠിച്ചും വോട്ട് ചെയ്യുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. KC ജോസഫും ഇതേക്കുറിച്ച് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. തൃശൂരിലെ പരാജയം ഒരു വലിയ ആഘാതമാണ് കോൺഗ്രസിനേറ്റത്. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കെ മുരളീധരനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥി അവിടെ 3ാം സ്ഥാനത്താകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതിന്റെ കാരണം കണ്ടെത്തലാണ് ഞങ്ങളുടെ ചുമതല. ഞങ്ങൾ ആ ചുമതല നിർവഹിക്കും. പക്ഷെ തൃശ്ശൂരിലെ പരാജയം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന് UDFനുണ്ടായ വലിയ ആഘാതമാണ്. കാരണം ഒരു സർവേയിലും പറഞ്ഞിരുന്നില്ല തൃശ്ശൂരിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MG മിഥുൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മിഥുൻ, ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. അദ്ദേഹം നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്, ഇന്ന് നടക്കുന്ന നേതൃയോഗത്തിൽ നിന്ന്. അപ്പോൾ ഈ കമ്മീഷനും പറയുന്നത് മറ്റ് ആരുടെയും പേരിലേക്കൊന്നും അല്ലല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ഈ സമിതി അംഗങ്ങളും കെ മുരളീധരനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ യഥാർത്ഥ വസ്തുത? അനുനയ നീക്കങ്ങളാണോ ഈ സമിതി നടത്തുന്നത് ഈ തോൽവി പഠിക്കുന്നതിനൊപ്പം? മഞ്ജുഷ്, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഈ ഒരു അന്വേഷണ കമ്മീഷൻ പ്രധാനമായും ചോദിച്ചിരുന്നത് തൃശ്ശൂരിലെ യഥാർത്ഥ പരാജയത്തിന് കാരണം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അത് സംഘടനാ തലത്തിലെ വീഴ്ചയാണോ അതോ മറ്റാരുടെയെങ്കിലും ഇടപെടൽ കൊണ്ട് വോട്ട് മറിച്ച് നൽകിയത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള വലിയൊരു ആഘാതത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു തോൽവിയിലേക്ക് പോയത് നടക്കുമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതും ഒരു ലക്ഷ്യമാണ്. മറ്റൊന്ന്, നേരത്തെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും തന്നെ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഇത് മറ്റൊരു അനുനയ ശ്രമമായി. അതായത് ഇന്ന് KPCC നേതൃയോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ വൈകിട്ട് UDF നേതൃയോഗമുണ്ട്. ഈ രണ്ട് യോഗത്തും തിരുവനന്തപുരത്ത് അദ്ദേഹം ഉണ്ടായിട്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനു മുമ്പ് നേതൃയോഗം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ കമ്മീഷൻ എത്തി ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഈ വിവരങ്ങളൊക്കെ തന്നെ നേതൃയോഗത്തിൽ അവതരിപ്പിക്കാൻ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സമിതി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള KC ജോസഫും ഒപ്പം തന്നെ T സിദ്ദിഖ്, R ചന്ദ്രശേഖരൻ ഈ 3 സമിതിയാണ് KPCC നിയോഗിച്ചത്. ഇവരെത്തി കൃത്യമായി ഇത് ചോദിച്ചറിയുകയും ചെയ്തു. ഏകദേശം അരമണിക്കൂറോളം ഈ ഒരു കൂടിക്കാഴ്ച നീണ്ടു നിൽക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ മുരളീധരൻ പ്രതികരിച്ചതിലൂടെ മനസ്സിലാകുന്ന ഒരു അനുനയത്തിനും താൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. കൂടാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതായത് തൃശ്ശൂരിൽ സംഭവിച്ചു. പക്ഷേ ആ ഒരു വീഴ്ച അത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചാൽ UDFന് ഭരണം പിടിക്കാനുള്ള അല്ലെങ്കിൽ അത് പറ്റാത്ത സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. തൃശ്ശൂരാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. കാരണം തൃശ്ശൂര്, തിരുവനന്തപുരം ജില്ല, ഈ രണ്ട് ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത്. കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിന് 6 നിയോജകമണ്ഡലങ്ങളിലും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ 5 നിയോജകമണ്ഡലങ്ങളിലും 1ാം സ്ഥാനത്തെത്താൻ BJPക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത് വലിയ രീതിയിൽ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ സംഘടനാ തലത്തിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കണം. അത് രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നേതൃത്വം തയ്യാറാകണം. അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകരുത്. 2019 വലിയ വിജയം
അത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി UDF ഉണ്ടാക്കി വെക്കിയത് നമ്മൾ കണ്ടതാണ്. അത് അതിന്റെ പാഠം മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ പാഠം കണ്ടുകൊണ്ട് തന്നെ ഇത്തവണ ആ രീതിയിൽ മാറ്റി പ്രവർത്തിച്ചാൽ പോരാ, വലിയ ഊർജ്ജസ്വലമായി എല്ലാ തലത്തിലും താഴെത്തട്ടിലടക്കമുള്ള സംഘടനാ തലത്തിൽ ഒരു അഴിച്ചുപണി നടത്തണമെങ്കിൽ ആ അഴിച്ചുപണി നടത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇപ്പോൾ KPCC നേതൃയോഗം പുരോഗമിക്കുകയാണ്. ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട ഈ 2 മണ്ഡലങ്ങൾ, അതായത് ആലത്തൂർ, രണ്ടാമത്തേത് തൃശ്ശൂർ, ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ തോൽവി, അതിന്റെ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും യോഗത്തിലെത്തിയിട്ടുണ്ട്. കെ മുരളീധരനോടുള്ള പ്രധാനപ്പെട്ട എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും യോഗത്തിനായി ശരി MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. KPCCയുടെ നേതൃയോഗം, പക്ഷേ അവിടെ കെ മുരളീധരന്റെ സാന്നിധ്യം ഇല്ല. ഉപതെരഞ്ഞെടുപ്പിൽ